പാമ്പ് എന്റെ മുറിയിൽ പാമ്പട വന്ന നീ നിനക്കെന്നാ ഒന്നൂടെ കൊല്ലാ ദൈവമല്ലടാ എന്നാ വിളക്കം കത്തിച്ചിട്ട് ഒരു പുഷ്പാഞ്ജലി ലഭിച്ചു കൊടുക്കടാ പാമ്പ് ദൈവമായിട്ടാണ് പിന്നെ നീ വീട്ടിൽ നിന്ന് പേടിച്ചോടി വന്ന് എടാ നീ എന്നെ കൊല്ലണ്ടടാ നീ എങ്ങനെങ്കിലും അതിനൊന്നും അതിൻ്റെ അകത്ത് പുറത്താക്കിയാൽ മതി. നിന്നെപ്പോലത്തെ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നവനാടാ നിന്റെ വീട്ടിലെല്ലാം പാമ്പ് വരുന്ന പൊട്ട. പണ്ടത്തെ ആൾക്കാർ പാമ്പിനെല്ലാം അടിച്ചു കൊല്ലുന്നുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാരോ ദൈവം ദൈവം എന്ന് പറഞ്ഞിട്ട് പാമ്പിനെ ഇങ്ങനെ തലയിലെടുത്ത് വെക്കും. പാമ്പിനെ കൊല്ലരുത് നോട്ടിടാൻ പറയുന്നു എനിക്കല്ല അവിടെ ഒരു നോട്ടിടാം. പക്ഷെ ഇത് ബാധിക്കുക എന്നെയും നിന്നെയും പോലത്തെ പാവപ്പെട്ട ആൾക്കാരാണ്. മനസ്സിലായ? എന്നാൽ സർക്കാർ അതിനെല്ലാം പിടിച്ച് ആമസോൺ കാട്ടിലായിട്ട് കൊണ്ട് ഇട്ടടാ. അടാ ആമസോണിലൊന്നും പോകാൻ ഇപ്പം നേരിടടാ. അന്നേ നീ ആ പാമ്പിനെങ്കിലും ഒഴിവാക്കി തന്നെ. ഇവിടെ പാമ്പൂലൊരു കുന്തൂല്. എൻ്റെ വീട് മൊത്തം ഞാൻ അരച്ചിറക്കി. നീ എവിടുന്ന് പാമ്പിനെ കണ്ടേ? എടാ ഞാൻ കുളിക്കുന്നതിനോടാ അമ്മയാണ് ശരിക്കും കണ്ടത്. പിന്നെ ആ ഒരു ബേജാറിൻ്റെ ഇടയിൽ ഞാൻ കിട്ടിയ കുപ്പായ ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ടാണ്. ഇവിടെ പാമ്പൊന്നുമില്ലടാ, നീ വാ. വീട് മൊത്തം അരിച്ചു പറക്കിട്ട് ആ പാമ്പിനെ കാണുന്നില്ലല്ലടാ. എന്നാലും ആ പാമ്പിലൂടെ പോയിട്ടുണ്ടാവും. പിന്നെ ആ ഒരു ബേജാറിൻ്റെ ഇടയിൽ ഞാൻ കിട്ടിയ കുപ്പായ ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. എന്നാലും എനിക്കതല്ല മനസ്സിലാത്ത ആ പാമ്പ് ഇതവിടെ പോയി എന്ന് ആലോചിക്കുന്നു.